ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് ലോകത്തെ രാജാവായിരുന്ന ഒരു കമ്പനിയുടെ കഥയാണ്. നിങ്ങൾ 1980കളിലോ 90കളിലോ ഉള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലോ ഗൾഫ് നാടുകളിലോ ആയിരുന്നെങ്കിൽ അക്കായി എന്ന പേര് നിങ്ങൾക്ക് തീർച്ചയായും അറിയാമായിരിക്കും. ആ ചുവന്ന ലോഗോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ വീടുകളിലെ സ്വീകരണ മുറികളിൽ പ്രൗഢിയോടെ ഇരുന്നിരുന്ന ആ VCRകളും കാസറ്റ് ഡെക്കുകളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളിൽ പലർക്കും അക്കായി വെറും ഒരു ബ്രാൻഡ് മാത്രമായിരുന്നില്ല, അത് ക്വാളിറ്റിയുടെയും ലക്ഷറിയുടെയും ഒരു സിമ്പലായിരുന്നു. ഒരു വീട്ടിൽ അക്കായ് VCR അല്ലെങ്കിൽ ഡെക്ക് ഉണ്ടെങ്കിൽ അവർ പണക്കാരും മോഡേണുമാണെന്ന് ആളുകൾ കരുതിയിരുന്നു. എന്നാൽ ഇന്ന് ആ പഴയ ജാപ്പനീസ് ഭീമൻ എവിടെയാണ്? സൂപ്പർ മാർക്കറ്റുകളിൽ വില കുറഞ്ഞ ചില ടിവികളിൽ നമ്മൾ ഇന്നും ആ ബ്രാൻഡ് നെയിം കാണാറുണ്ട്. എന്നാൽ അത് പഴയ അതേ കമ്പനിയാണോ? ഉത്തരം സങ്കടകരമാണ്. അല്ല എന്നതാണ് സത്യം. അക്കായിയുടെ കഥ ഒരു സിനിമ പോലെയാണ്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങി വിജയത്തിന്റെ ഒരു ഗോൾഡൻ ഇറ കണ്ട് പിന്നീട് ഇന്ത്യയിൽ വലിയൊരു മാർക്കറ്റിംഗ് റവല്യൂഷൻ ഉണ്ടാക്കി ഒടുവിൽ ഫ്രോഡും ബാങ്ക്രപ്സിയും നിറഞ്ഞ ഒരു ദുരന്തമായി അത് അവസാനിച്ചു. അക്കായിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കാലത്തിന് പിന്നിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ഈ കഥ തുടങ്ങുന്നത് 1929 ജപ്പാനിലെ ടോക്കിയോയിലാണ്. മസുക്കിച്ചി അക്കായ് എന്നൊരാൾ ഒരു ചെറിയ കമ്പനി തുടങ്ങി. ആ സമയത്ത് അതൊരു വലിയ ഇലക്ട്രോണിക്സ് കമ്പനി ആയിരുന്നില്ല, ഒരു ചെറിയ വർക്ക്ഷോപ്പ് മാത്രമായിരുന്നു. മസുക്കിച്ചി അക്കായ് വളരെ കഠിനാധ്വാനിയായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ആ സമയം ഒട്ടും നല്ലതായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം ജപ്പാന്റെ സാമ്പത്തിക നിലയെ തകർത്തു. ആ കമ്പനി നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. 1946 യുദ്ധം അവസാനിച്ചതിന് ശേഷം മസുക്കിച്ചിയുടെ മകൻ സബൂറോ അക്കായ് ബിസിനസ് ഏറ്റെടുത്തു. സബൂറോ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. അദ്ദേഹം പുതിയൊരു ടെക്നോളജിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. അത് ഇലക്ട്രിക് മോട്ടോഴ്സും പിന്നീട് ടേപ്പ് റെക്കോർഡേഴ്സും ആയിരുന്നു. ജാപ്പനീസ് ഭാഷയിൽ അക്കായ് എന്ന വാക്കിന്റെ അർത്ഥം ചുവപ്പ് എന്നാണ്. ആ നിറം പോലെ തന്നെ കമ്പനിയും വളരെ ബോൾഡും ബ്രൈറ്റും ആയിരിക്കണമെന്ന് സബൂറോ ആഗ്രഹിച്ചു. അക്കായ് ഒരു ഇതിഹാസമായി മാറിയ കാലഘട്ടമാണ് 1960 തൊട്ട് 80 വരെ. 1960കളിലും 70കളിലും പാട്ടുകൾ റെക്കോർഡ് ചെയ്തിരുന്നത് മാഗ്നറ്റിക് ടേപ്സിലായിരുന്നു. അന്ന് CD-യോ MP3-യോ സ്പോട്ടിഫൈയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അക്കായ് ഓഡിയോ ലോകത്തെ മാറ്റിമറിച്ച ഒരു കാര്യം കണ്ടുപിടിച്ചു. അവർ GX ഹെഡ് ടെക്നോളജി കൊണ്ടുവന്നു. പഴയ ടേപ്പ് റെക്കോർഡുകളിൽ പാട്ട് കേൾക്കാൻ സഹായിക്കുന്ന ഹെഡ് പൊടി കൊണ്ടും ഉരസൽ കൊണ്ടും പെട്ടെന്ന് കേടാകുമായിരുന്നു. അത് ഇടയ്ക്കിടെ മാറ്റേണ്ടി വരുമായിരുന്നു. എന്നാൽ അക്കായ് ഗ്ലാസും ക്രിസ്റ്റലും ഉപയോഗിച്ച് ഒരു ഹെഡ് ഉണ്ടാക്കി. അത് വളരെ സ്ട്രോങ് ആയിരുന്നു. അതൊരിക്കലും തേഞ്ഞു പോയിരുന്നില്ല. 100 വർഷത്തേക്ക് അത് വ്യക്തമായ ശബ്ദം നൽകുമായിരുന്നു. ഈ ഇന്നോവേഷൻ സംഗീത പ്രേമികൾക്കിടയിൽ അക്കായിയെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു. അമേരിക്കയിൽ റോബർട്ട്സ് എന്ന പേരിലായിരുന്നു അക്കായ് സാധനങ്ങൾ വിറ്റിരുന്നത്. ജപ്പാനിൽ നിന്ന് മടങ്ങുന്ന അമേരിക്കൻ പട്ടാളക്കാർ ഈ മെഷീനുകൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ലോകം മുഴുവൻ അക്കായ് ടേപ്പ് ഡെക്കിനെ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നീട് VCR റവല്യൂഷൻ വന്നു. 1980കളിൽ ഓരോ വീട്ടിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗാഡ്ജറ്റ് ആയിരുന്നു വീഡിയോ കാസറ്റ് റെക്കോർഡർ അഥവാ VCR. സോണിയും JVCയും ബേറ്റാമാക്സും VHS ഫോർമാറ്റുകൾക്ക് വേണ്ടി മത്സരിക്കുകയായിരുന്നു. അപ്പോഴാണ് മികച്ച ക്വാളിറ്റിയുള്ള VCRകളുമായി അക്കായ് ഈ വിപണിയിലേക്ക് വന്നത്. ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു അക്കായ് VCR കൊണ്ടുവരിക എന്നത് ഒരു ശീലമായിരുന്നു. അതൊരു വലിയ സമ്മാനമായിരുന്നു. TV സ്ക്രീനിൽ മെനു കാണിക്കുന്ന ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ എന്ന ഫീച്ചർ ജനപ്രിയമാക്കിയത് അക്കായിയാണ്. ഹാർഡ്വെയർ നിർമ്മാണത്തിൽ അവർ വിദഗ്ധരായിരുന്നു. ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്നതിനിടയിൽ അക്കായ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചെയ്തു. 1984 അവർ അക്കായ് പ്രൊഫഷണൽ എന്ന പേരിൽ ഒരു പുതിയ വിഭാഗം തുടങ്ങി. അവർ റോജർ ലിൻ എന്ന ബുദ്ധിമാനായ ഒരു അമേരിക്കൻ എഞ്ചിനീയറെ നിയമിച്ചു. അവർ ചേർന്ന് മിഡി പ്രൊഡക്ഷൻ സെന്റർ എന്നൊരു മെഷീൻ ഉണ്ടാക്കി. ഇത് സംഗീത ലോകത്തെ, പ്രത്യേകിച്ച് ഹിപ് ഹോപ്പ് റാപ്പ് സംഗീതത്തെ ആകെ മാറ്റിമറിച്ചു. MPC വരുന്നതിന് മുൻപ് ഇലക്ട്രോണിക് ബീറ്റുകൾ ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അക്കായ് MPC വന്നതോടെ സംഗീതജ്ഞർക്ക് ഏതൊരു ശബ്ദവും സാമ്പിൾ ചെയ്ത് അത് ഡ്രംസ് പോലെ വായിക്കാൻ സാധിച്ചു. ഡോക്ടർ ഡ്രെ, കാനിയെ വെസ്റ്റ്, മൈക്കൽ ജാക്സൺ എന്നിവരുടെ പാട്ടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ അക്കായ് മെഷീനുകൾ ഉപയോഗിച്ചിരുന്നു. ഇന്നും അക്കായ് പ്രൊഫഷണൽ എന്നത് മ്യൂസിക് ഇൻഡസ്ട്രിയിലെ ഒരു ടോപ്പ് ബ്രാൻഡാണ്. എന്നാൽ ഓർക്കുക, ഈ പ്രൊഫഷണൽ വിഭാഗം ഇപ്പോൾ വേറെ കമ്പനിയാണ്. അക്കായിയുടെ തകർച്ചയിൽ നിന്ന് അത് രക്ഷപ്പെട്ടു. ഇനി ഇന്ത്യക്കാർക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. അക്കായിയുടെ ഇന്ത്യൻ അധ്യായം വളരെ പ്രശസ്തമാണ്. 1990കളുടെ പകുതി ആയപ്പോഴേക്കും ലോക വിപണിയിൽ അക്കായ് കഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. ജപ്പാനിലെ സാമ്പത്തിക നില അന്ന് മോശമായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ പെട്ടെന്ന് അക്കായ് ഒന്നാം സ്ഥാനത്തെത്തി. അതെങ്ങനെ സംഭവിച്ചു? അവിടെയാണ് കബീർ മൽചന്ദാനി എന്ന യുവ ബിസിനസ്സുകാരൻ കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെതായിരുന്നു ബാരൻ ഇന്റർനാഷണൽ എന്ന കമ്പനി. ഇന്ത്യയിൽ അക്കായിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഇവരായിരുന്നു. 1995 ഒരു കളർ TV വാങ്ങുക എന്നത് വലിയൊരു കാര്യമായിരുന്നു. അന്ന് ടിവിക്ക് 15,000 മുതൽ 20,000 രൂപ വരെ വിലയുണ്ടായിരുന്നു. BPL, ഒണീഡ, വീഡിയോകോൺ തുടങ്ങിയ കമ്പനികളായിരുന്നു വിപണി ഭരിച്ചിരുന്നത്. അവർക്ക് വലിയ വിലയും ലാഭവും ഉണ്ടായിരുന്നു.
കബീർ മൽചന്ദാനിയും ബാരൻ ഇന്റർനാഷണലും വിപണിയെ ഞെട്ടിക്കാൻ തീരുമാനിച്ചു. അവർ പ്രശസ്തമായ എക്സ്ചേഞ്ച് ഓഫർ കൊണ്ടുവന്നു. ആ ഓഫർ ലളിതമായിരുന്നു. നിങ്ങളുടെ പഴയ പൊട്ടിപ്പൊളിഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കൊണ്ടുവരൂ. അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല. പകരം പുതിയ അക്കായ് കളർ TV വെറും 9,999 രൂപയ്ക്ക് കൊണ്ടുപോകൂ. ഇതൊരു വലിയ ഷോക്കായിരുന്നു. ഇതിനു മുൻപ് ഒരു കമ്പനിയും ഇങ്ങനെ ചെയ്തിട്ടില്ല. പത്രങ്ങളിൽ ബാരൻ ഇന്റർനാഷണൽ ദിവസവും വലിയ പരസ്യങ്ങൾ നൽകി. അവർ ടിവിയുടെ കൂടെ സൗജന്യ സമ്മാനങ്ങളും നൽകി. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ആളുകൾ ആവേശത്തിലായി. അക്കായ് TV വാങ്ങാൻ ആളുകൾ ക്യൂ നിന്നു. പഴയ BPL ഒണിഡ ടിവികൾ പുറത്തായി. പകരം അക്കായ് അകത്ത് കയറി. ഇന്ത്യയിൽ അക്കായിയുടെ മാർക്കറ്റ് ഷെയർ കുത്തനെ കൂടി. അവർ ലക്ഷക്കണക്കിന് ടിവികൾ വിറ്റു. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവർ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് വിറ്റിരുന്നത്. അതിനാൽ പ്രോഫിറ്റ് മാർജിൻ വളരെ കുറവായിരുന്നു. അവർ വോളിയം അഥവാ എണ്ണം കൂട്ടിക്കൊണ്ട് ലാഭമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. എതിരാളികളെ തകർക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. വിൽപ്പന കൂടിയെങ്കിലും ഇന്ത്യൻ പാർട്ട്ണറായ ബാരണിന്റെ സാമ്പത്തിക കാര്യങ്ങൾ സങ്കീർണമായി. ഒടുവിൽ അക്കായ് ജപ്പാനും ബാരൻ ഇന്റർനാഷണലും തമ്മിലുള്ള ബന്ധം വഷളായി. ഇന്ത്യയിൽ നികുതി പ്രശ്നങ്ങളും നിയമപരമായ കേസുകളും ഉണ്ടായി. ആ കൂട്ടുകെട്ട് മോശമായ രീതിയിൽ അവസാനിച്ചു. അങ്ങനെ കുറച്ചു കാലത്തേക്ക് അക്കായ് എന്ന ബ്രാൻഡ് ഇന്ത്യൻ കടകളിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇന്ത്യയിൽ ഈ നാടകങ്ങൾ നടക്കുമ്പോൾ ജപ്പാനിലും ഹോങ്കോങ്ങിലും അതിലും വലിയൊരു ദുരന്തം നടക്കുന്നുണ്ടായിരുന്നു. 1990കളുടെ അവസാനം ഇലക്ട്രോണിക്സ് ലോകം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാംസങ്, LG തുടങ്ങിയ കൊറിയൻ കമ്പനികൾ ജാപ്പനീസ് കമ്പനികളെക്കാൾ കുറഞ്ഞ വിലയിൽ നല്ല ടിവിയും VCRഉം ഉണ്ടാക്കാൻ തുടങ്ങി. അക്കായി, സാൻസുയി, ഐവ തുടങ്ങിയ ജാപ്പനീസ് കമ്പനികൾക്ക് അവരോട് മത്സരിക്കാൻ കഴിഞ്ഞില്ല. ജാപ്പനീസ് കറൻസിക്ക് മൂല്യം കൂടിയതോടെ അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ വലിയ ചെലവായി. അക്കായ്ക്ക് പണം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അവർക്ക് സഹായം ആവശ്യമായിരുന്നു. ഇവിടെയാണ് കഥയിൽ ഇരുണ്ട അധ്യായം തുടങ്ങുന്നത്. ഗ്രാൻഡെ ഹോൾഡിംഗ്സ് എന്ന ഹോങ്കോങ് ഗ്രൂപ്പ് അക്കായിയെ വാങ്ങി. ജെയിംസ് ടിങ് എന്ന ബിസിനസ്സുകാരനായിരുന്നു ഈ ഗ്രൂപ്പിന്റെ തലവൻ. ജെയിംസ് ടിങ് കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഒരു വിവാദ നായകനാണ്. ഗ്രാൻഡെ ഹോൾഡിംഗ്സ് വന്നപ്പോൾ അക്കായി രക്ഷപ്പെടുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഫ്രോഡുകളിൽ ഒന്നായിരുന്നു അത്. പുതിയ ടെക്നോളജി, അതായത് DVD പ്ലെയർ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ പോലെയുള്ളവ ഉണ്ടാക്കാൻ പണം മുടക്കുന്നതിന് പകരം ജെയിംസ് ടിങ്ങും സംഘവും കമ്പനിയെ കൊള്ളയടിക്കാൻ തുടങ്ങി. അവർ അക്കായിയുടെ അസറ്റ്സ് വിറ്റു, ഫാക്ടറി കെട്ടിടങ്ങൾ വിറ്റു, കമ്പനിയിൽ ഉണ്ടായിരുന്ന പണം പുറത്തേക്ക് മാറ്റി. പക്ഷേ പേപ്പറിൽ, ഓഡിറ്റ് റിപ്പോർട്ട്സിൽ എല്ലാം ഭദ്രമാണെന്ന് അവർ കാണിച്ചു. നഷ്ടങ്ങൾ അവർ ഒളിപ്പിച്ചു വെച്ചു. 1999 ആയപ്പോഴേക്കും ആയിരക്കണക്കിന് ജീവനക്കാരും കോടിക്കണക്കിന് ഡോളർ വിൽപ്പനയും ഉണ്ടായിരുന്ന അക്കായി വെറും തോടായി മാറി. പണം മുഴുവൻ തീർന്നു. 2000-ൽ അക്കായി ബാങ്ക്രപ്സി ഫയൽ ചെയ്തു. ഏകദേശം $1.1 ബില്യൺ കടവുമായാണ് കമ്പനി തകർന്നത്. ഇത് ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചു. 70 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ജാപ്പനീസ് കമ്പനി മോശം മാനേജ്മെന്റ് കൊണ്ടും തട്ടിപ്പ് കൊണ്ടും വെറും കുറച്ചു വർഷങ്ങൾ കൊണ്ട് ഇല്ലാതായി. ഫാൾസ് അക്കൗണ്ടിംഗ് നടത്തിയതിന് ജെയിംസ് ടിങ്ങിനെ പിന്നീട് അറസ്റ്റ് ചെയ്തു. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ജപ്പാനിലെ ഒറിജിനൽ അക്കായി ഇലക്ട്രിക് കമ്പനി മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കാണുന്ന അക്കായി ഉൽപ്പന്നങ്ങൾ എന്താണ്? 2000-ലെ തകർച്ചയ്ക്ക് ശേഷം അക്കായി എന്ന ബ്രാൻഡ് നെയിം ഗ്രാൻഡെ ഹോൾഡിംഗ്സിന്റെ കൈവശമായി. അവർ സ്വന്തമായി ഇലക്ട്രോണിക്സ് ഉണ്ടാക്കാത്തതുകൊണ്ട് ബ്രാൻഡ് ലൈസൻസിംഗ് എന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് അക്കായി എന്ന പേര് ഉപയോഗിക്കാനുള്ള അവകാശം അവർ പല രാജ്യങ്ങളിലെ പല കമ്പനികൾക്ക് വാടകയ്ക്ക് നൽകുന്നു. ഇന്ന് നിങ്ങൾ ഇന്ത്യയിൽ ഒരു അക്കായി TV വാങ്ങുകയാണെങ്കിൽ അത് നിർമ്മിക്കുന്നത് പേരുപയോഗിക്കാൻ പണം നൽകിയ ഏതെങ്കിലും ഇന്ത്യൻ കമ്പനി ആയിരിക്കും. യൂറോപ്പിലാണ് വാങ്ങുന്നതെങ്കിൽ അത് ഉണ്ടാക്കുന്നത് തുർക്കിയിലെയോ ചൈനയിലെയോ കമ്പനിയാകാം. പഴയ ജാപ്പനീസ് എഞ്ചിനീയർമാരും ടോക്കിയോയിലെ ഫാക്ടറികളും ആ GXZ ടെക്നോളജിയും എല്ലാം പോയി കഴിഞ്ഞു. കമ്പനിയുടെ സോൾ പോയി. വെറും സ്റ്റിക്കർ മാത്രം ബാക്കിയായി. എങ്കിലും ഒരാൾ മാത്രം ബാക്കിയുണ്ട്. ഓർമ്മയില്ലേ അക്കായി പ്രൊഫഷണൽ, ആ മ്യൂസിക് വിഭാഗം? ഭാഗ്യത്തിന് കമ്പനി മൊത്തത്തിൽ തകരുന്നതിന് മുൻപ് ഈ വിഭാഗത്തെ വേറെ വിറ്റിരുന്നു. ഇന്ന് ഇൻമ്യൂസിക് ബ്രാൻഡ്സ് എന്ന കമ്പനിയാണ് അത് നടത്തുന്നത്. അവർ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. സംഗീതജ്ഞർക്ക് വേണ്ടിയുള്ള മികച്ച സാമ്പിളേഴ്സും കീബോർഡ്സും അവർ ഇന്നും ഉണ്ടാക്കുന്നു. അങ്ങനെ അക്കായിയുടെ സംഗീത പാരമ്പര്യം ഇന്നും ജീവിച്ചിരിക്കുന്നു. അക്കായിയുടെ കഥ നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നു. ഒരു കമ്പനി എത്ര വലുതാണെങ്കിലും അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയതുപോലെയുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ, സത്യസന്ധമായ നേതൃത്വമില്ലെങ്കിൽ അത് തകർന്നു പോകും. സാംസങ്ങും LGയും വളരുന്നത് കാണാൻ അക്കായിക്ക് സാധിച്ചില്ല. ഒടുവിൽ സാമ്പത്തിക അത്യാഗ്രഹം അവരെ നശിപ്പിച്ചു. നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കൾക്ക് അക്കായി ഒരു നല്ല ഓർമ്മയായി നിലനിൽക്കുന്നു. ഒരു VHS കാസറ്റ് ഇട്ട് ആ വലിയ പ്ലേ ബട്ടൺ അമർത്തി കുടുംബത്തോടൊപ്പം സിനിമ കണ്ടിരുന്ന കാലത്തിന്റെ ഓർമ്മ. മെയ്ഡ് ഇൻ ജപ്പാൻ എന്നാൽ ലോകത്തെ ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന കാലത്തിന്റെ ഓർമ്മ. എല്ലാവർക്കും നന്ദി.